ശ്രീ ഫൈസൽ ബാബു 7 മിനിറ്റ്. സ്പീക്കർ സാർ, മഹൽ വചനങ്ങൾക്ക് മാർദ്ദവമില്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാൽ മാപ്പ് നൽകിയിടുക എന്ന പ്രമാണത്തെ മുൻനിർത്തി ഈ ബജറ്റിനെ പിന്തുണക്കുകയാണ് സർവാത്മന. വഴക്കുകൾ പരിഹരിക്കാൻ കല്ലുകൾക്ക് പകരം വാക്കുകൾ മതിയാകുമെന്ന് മനസ്സിലാക്കിയ മനുഷ്യനാണ് ആദ്യത്തെ സാംസ്കാരിക മനുഷ്യനെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വച്ചിട്ടുണ്ട്. വാക്കുകളെ, ആശയങ്ങളെ ആയുധമാക്കി ഈ ജനാധിപത്യ കേരളത്തോട് വാചാലമായി സംസാരിക്കുന്ന പ്രിയപ്പെട്ട വി.ഡി. സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മുന്നോട്ട് വെച്ച ഈ ബജറ്റ് പുതിയ കേരളത്തിൻ്റെ പുരോഗതിയിലേക്കുള്ള ബ്ലൂ പ്രിൻ്റാണ്. സ്പീക്കർ സർ, ജനാധിപത്യ ഭരണക്രമത്തിൻ്റെ ഈ ഉന്നത സഭയിൽ പങ്കാളിയാകാൻ എനിക്ക് നിമിത്തമായത് എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ്, മുസ്ലിം ലീഗാണ്. ഞങ്ങളുടെ അവസാന വാക്ക് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ഒരു പുതിയ ജനറേഷൻ ലീഡർഷിപ്പിന് കൈകൊടുത്ത പ്രിയപ്പെട്ട പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള നേതാക്കളാണ്. ജീവിത വഴിയിൽ നെഞ്ചോട് ചേർത്തു പിടിച്ച മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സ്നേഹജനങ്ങൾ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ശിരസ് നമിച്ച് ഓർക്കുകയാണ്. സർ, ഒരു മലയാളി സ്വന്തം ഹൃദയദേശമായി കരുതുന്ന കേരളത്തെ പുതിയ രൂപത്തിൽ എങ്ങനെ മാറ്റിപ്പണിയണം എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ബജറ്റിന് പിന്തുണ കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, അതോടൊപ്പം ജനങ്ങളുടെ ക്ഷേമവുമാണ് ഒരു നാട്. അതിനെ രണ്ടിനെയും ഏറ്റവും മികച്ചതാക്കുന്ന ലിഖിത രേഖയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ബജറ്റ്. അതുകൊണ്ടൊരു നവസാമാജികൻ എന്ന നിലയിലല്ല, ഒരു സാധാരണ മലയാളി എന്ന നിലക്ക് ഈ ബജറ്റ് ഉള്ളടക്കത്തിൻ്റെ താഴെ ഞാൻ എൻ്റെ സന്തോഷത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തുകയാണ്. പുതിയുഗ കേരളത്തെക്കുറിച്ച് വാചാലനായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ വികസന രേഖയിൽ പുതിയുഗ കോഴിക്കോടിനെ അഥവാ ഒരു ന്യൂ കാലിക്കറ്റ് സ്വപ്നങ്ങളെ മനോഹരമായി താലോലിക്കുന്നുണ്ട്. പേജ് നമ്പർ 34 ലൈറ്റ് മെട്രോ, ഇമ്പോസിബിൾ ഈസ് നത്തിങ് എന്നാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി അതിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പലരും എന്നോട് ചോദിച്ചു, നടക്കുമോ? ഞാനതിലെ പേജിലെ വരികൾ അവർക്ക് വായിച്ച് കേൾപ്പിച്ചു. കാലാകാലങ്ങളായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം കോഴിക്കോട് ലൈറ്റ് മെട്രോ നടക്കാൻ പോവുകയാണ് എന്ന ശുഭവാർത്ത ആ നഗരത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ എന്നെ പ്രചോദിപ്പിക്കുന്നുണ്ട് സാർ. മലയാളിയുടെ പരിഹാസ പേരിൽ നിന്ന് കുതിരവട്ടം എന്ന വാക്ക് മാഞ്ഞു പോകുമെന്ന് ബഹുമാന്യനായ ആരോഗ്യമന്ത്രി ഇരിക്കുന്ന ഈ സദസ്സിൽ ഈ വികസന രേഖയിൽ സൂചനയുണ്ട് സാർ. സാർ, എൻ്റെ പ്രിയ സഹസാമാജികൻ, ശരിയല്ല. കാരണം കുതിരവട്ടം അങ്ങയുടെ നിയോജകമണ്ഡലമാണെങ്കിൽ ഊളംപാറ എൻ്റെ നിയോജകമണ്ഡലം. അപ്പോൾ ഈ സ്ഥലങ്ങളെ വെച്ചിട്ട് കളിയാക്കുന്നത് ശരിയല്ല. എൻ്റെ പ്രിയ സഹസാമാജികൻ അഡ്വക്കേറ്റ് ജയന്തി സഭയിലുണ്ട്. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്നത് സഹസ്രാബ്ദങ്ങളുടെ കിസ്സകളുള്ള മലബാറിൻ്റെ തലസ്ഥാനമായ കോഴിക്കോട് നഗരത്തെയാണ്. എന്നാൽ ഒരു മഴ പെയ്താൽ പുഴയാണ് സാർ ഞങ്ങളുടെ നഗരം. മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് കോഴിക്കോടിൻ്റെ ശാപമെന്ന് പറയുന്നത്. ആ ശാപമോക്ഷം സാധ്യമാവേണ്ടതുണ്ട്. അതിന് മാങ്കാവ് പാലവും തൊണ്ടയാട് ജംഗ്ഷനും അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്തു തീർക്കേണ്ടതുണ്ട് സാർ. കോതിയിലെയും കപ്പക്കലിലെയും നൈനാം വളപ്പിലെയും മത്സ്യത്തൊഴിലാളികൾക്ക് പറയാൻ പ്രാരാബ്ധങ്ങളേറെയുണ്ട്. അവർക്ക് പ്രതീക്ഷയാണ് സാർ ഈ ബജറ്റ്. ശൂരമ്പടയുടെ തിരുവണ്ണൂരും തളിക്ഷേത്രവും ചാലപ്പുറവും മിഷ്കാൽ പള്ളിയും കുറ്റിച്ചിറ മുക്താറും കോവൂരും കോട്ടൂളിയും കിണാശ്ശേരിയും കൊമ്മേനിയും നെയ്ത്തുകാരുടെ കണ്ണഞ്ചേരിയും 2.5 പതിറ്റാണ്ടിൻ്റെ പൈതൃകമുള്ള സെൻറ് ജോസഫും ബോറകളും ബറാമികളും ഗുജറാത്തി സ്ട്രീറ്റും നായർ നാലുകെട്ടും തീയ സഹവർത്തിത്വവും ബ്രാഹ്മണ അഗ്രഹാരങ്ങളും ദളിത് വീടുകളും പാഴ്സി ക്ഷേത്രവും സ്വരാഷ്ട്രീയൻ ക്ഷേത്രവും ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ ബഹുസ്വരതയെ കോഴിക്കോട് അടയാളപ്പെടുത്തുന്നുണ്ട് സാർ. ഇങ്ങനെ വിഭിന്ന സാമൂഹികതയുടെ വൈവിധ്യം വഹിക്കുമ്പോഴും ഞങ്ങൾ കോഴിക്കോട്ടുകാർ എന്ന ഏകകം വികാരവായ്പോടെ പുണരുന്ന ഒരു നാടിൻ്റെ പ്രതിനിധിയായി സഭയിൽ എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചതിൽ ഭാഗ്യവാനാണ് സാർ. 10,000-ലേറെ കയ്യടികളോടെയാണ്, ഭൂരിപക്ഷത്തോടെയാണ് ഇടത് മന്ത്രി ഉണ്ടായിരുന്ന സിറ്റിംഗ് സീറ്റിൽ നിന്ന് സ്നേഹവായ്പോടെ സൗത്തിലെ ജനങ്ങൾ എന്നെ ഈ സഭയിലേക്ക് പറഞ്ഞുകൊണ്ട് അങ്ങയിലൂടെ സൗത്തിലെ ജനങ്ങളോട് ഞാൻ കടപ്പാട് അറിയിക്കുകയാണ് സാർ. സാമൂതിരിയുടെ കരയിലെ കോട്ടക്ക് കടലിൽ കാവൽ കവചമൊരുക്കിയ കുഞ്ഞാലിമരക്കാരുടെ കഥയാണ് സാർ കോഴിക്കോടിന് പറയാനുള്ളത്. പറങ്കികൾ മിഷ്കാൽ പള്ളിയുടെ ഓടിളക്കിയപ്പോൾ ഓടിക്കൂടിയ സാമൂതിരിയുടെ കഥയുണ്ട് സാർ.
കണ്ണമ്പറമ്പിലെ ഖബർസ്ഥാനിലെ മീസാൻ കല്ലിൽ മൊയ്തു മൗലവിയുടെയും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഒക്കെ പേരുകളുണ്ട് സാർ. വെറുപ്പിന്റെ രാഷ്ട്രീയം വേഷം മാറി കാടടക്കി പ്രചാരണം നടത്തിയിട്ടും മണ്ഡലത്തിൽ വിലപ്പോകാതിരുന്നത് കോഴിക്കോട്ടുകാരുടെ നന്മയാണ് സാർ. രാഹുൽ ഗാന്ധി പറഞ്ഞ മുഹബത്ത് കി ദുഖാൻ എന്നതിനൊരു നഗരസ്വരൂപം തിരഞ്ഞാൽ അത് ഞങ്ങളുടെ കോഴിക്കോടാണ് സാർ. നിലാവുള്ള രാത്രിയിൽ മിഠായി തെരുവിലെ SK പൊറ്റക്കാടിൻ്റെ പ്രതിമ കാണാൻ നല്ല ഭംഗിയാണ് സാർ. കരകടന്നെത്തുന്ന കാറ്റിന് ബാബുക്കയുടെ ഗസൽ പറയാനുണ്ട് സാർ. സാർ, ഇവിടെ ബഹുമാന്യനായ വർക്കൽ അംഗം ഒരു ഡീലിനെ കുറിച്ച് പറയുകയുണ്ടായി. ഈ ബജറ്റ് മുഴുവൻ ഡീലാണെന്ന്. ശരിയാണ്, ബജറ്റ് മുഴുവൻ ഡീലാണ്. ബജറ്റിലെ പേജ് 7-ൽ VD സതീശൻ ഒരു ഡീല് പറഞ്ഞിട്ടുണ്ട്. കേരളത്തെ മുഴുവൻ ഒരു മിഷൻ സമുദ്ര പ്രൊജക്റ്റിലൂടെ പോർട്ട് സിറ്റിയാക്കുമെന്ന ഡീലാണത്. 400 കോടിയുടെ ആ ഡീലിനെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ പ്രിയങ്കരനായ PK കുഞ്ഞാലിക്കുട്ടി ഒരു ഡീൽ ഉറപ്പിച്ചിട്ടുണ്ട്. ജെൻസി കമ്മ്യൂണിറ്റിയോട് സ്റ്റാർട്ടപ്സിലൂടെ ടെക്നോ മെന്റർഷിപ്പിലൂടെ 100 കോടി തന്ന് കേരളത്തിലെ ചെറുപ്പക്കാർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ഡീലുണ്ട് സാർ ഇതിൽ. ഗ്ലോബൽ വാച്ച് ടവർ എന്ന ഡീലുണ്ട് സാർ ഇതിൽ. സ്പേസ് പാർക്കും സ്പേസ് എക്കണോമിയും എന്ന് പറയുന്ന ഡീലുണ്ട് സാർ ഇതിൽ. ഡാറ്റ അനലൈറ്റിക്സിന്റെ ഡീലുണ്ട് സാർ. വിദ്യാഭ്യാസ രംഗത്ത് മറ്റൊരു ഡീലുണ്ട്, നോളജ് വാലി, പേജ് നമ്പർ 17-ൽ അങ്ങനെ ഒരു ഡീലുണ്ട് സാർ ഇത്. വയനാട്ടിലെ ആദിവാസികളോടും ട്രൈബൽ യൂണിവേഴ്സിറ്റിയിലൂടെ ഒരു ഡീല് നടത്തിയിട്ടുണ്ട് സാർ ഇതിനകത്ത്. പ്രവാസികളോട് പേജ് നമ്പർ 32-ൽ അവരെ സംരംഭകരായി നിക്ഷേപകരായി സ്വീകരിക്കുമെന്ന ഒരു ഡീലുണ്ട് സാർ ഇതിനകത്ത്. തൂഫാൻ ഒരു നോ ഡീല് പറയുന്നുണ്ട്. കേരളത്തിലെ കഞ്ചാവുകാരെയും മയക്കുമരുന്നുകാരെയും ഒരു നിലക്കും കോംപ്രമൈസ് ചെയ്യില്ല എന്ന ഡീലാണ് സാർ അതിനകത്ത് പറയുന്നത്. അങ്ങനെ പുതിയ കേരളത്തിലേക്ക് കുതിച്ചു ചാടാനുള്ള മനോഹരമായ ആശയങ്ങൾ പറയുന്ന ഈ ബജറ്റിനെ ഞാൻ വീണ്ടും സർവാത്മന അഭിവാദ്യം ചെയ്യുകയാണ്. ഇവിടെ ബഹുമാന്യനായ BJPയുടെ അംഗം UDFന് വികസനത്തെക്കുറിച്ച് പറയുകയുണ്ടായി. ഞാൻ വെറുതെ ഒന്ന് പബ്ലിക് ഡൊമൈനിൽ പോയി. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ 102ാമത്തെ സ്ഥാനമാണ് സാർ ഇന്ത്യക്ക്. വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ 116ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്ക്. 123 രാജ്യങ്ങളെ പരിശോധിച്ചപ്പോൾ 140 കോടി ജനങ്ങൾക്കൊരു പാത്രം ചോറ് കൊടുക്കാൻ പോലും പറ്റാത്ത കേന്ദ്ര സർക്കാരാണ് UDFന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ബജറ്റ് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പുതിയുഗ കേരളത്തിൻ്റെ ബ്ലൂ പ്രിൻ്റായ ഈ ബജറ്റിലൂടെ നമ്മോട് പറയുന്നുണ്ട്, ഇതിൽ പതിരുകളുണ്ടാകാം, അബദ്ധങ്ങളുണ്ടാകാം, പക്ഷേ ഈ ബജറ്റ് പാതിഹൃത്തിനാൽ പൊറുത്തുകൊള്ളുക, പാതിഹൃത്തിനാൽ വെറുത്തുകൊള്ളുക. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, പക്ഷേ ഇതെൻ്റെ ജീവനാണ്, ഇതെൻ്റെ മാംസമാണ്, എടുത്തുകൊള്ളുക എന്ന ഒരു ഭരണാധികാരിയുടെ സമർപ്പിതമായ ഒരു സന്ദേശം ഈ ബജറ്റിലുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്ന പഴുതടച്ച ഈ ബജറ്റിനെ ഞാൻ എല്ലാ അർത്ഥത്തിലും അഭിവാദ്യം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, സ്നേഹം.